ഒരു മതിലും ഒരു തടവുകാരൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ തടസ്സമേ അല്ല. അത് ഏത് തടവുകാരനും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പഴുതുകൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ തടവുകാരെ നിരീക്ഷിക്കുന്നതിൽ, സൂക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നിയമം കൃത്യമായിട്ട് പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ എസ്കേപ്പിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. രാത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 6 മണി വരെ ലോക്ക് ചെയ്യപ്പെട്ട ഒരു മുറിക്കുള്ളിൽ കഴിയുകയാണ് തടവുകാരൻ എന്നുള്ളതും, അയാളുടെ മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളതും, അയാൾ വിശ്രമാവസ്ഥയിലോ ഉറക്കത്തിലോ ആണ് എന്നുള്ളതും നമ്മളുടെ ഒരു അസംഷനാണ്. ഒരു എസ്കേപ്പിൻ്റെ ഒരു ഗൗരവം നമ്മൾ എപ്പോഴും പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് ഏത് ജയിലിൽ നിന്ന് പോയി, എവിടുന്ന്, ആ ജയിലിലെ ഏത് സാഹചര്യത്തിൽ നിന്ന് പോയി, ഏത് സമയത്ത് പോയി, എങ്ങനെയുള്ള തടവുകാരൻ പോയി എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ള മാൻ പവർ ഉപയോഗിച്ച് ഇത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ജീവനക്കാർ ജോലി ചെയ്യുന്നത് ആകർഷകമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷത്തിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഗോവിന്ദച്ചാമിയെ നമ്മൾ നിരീക്ഷിക്കും, ഗോവിന്ദച്ചാമിനെ എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ട് പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഓരോ പാഠങ്ങളിൽ നിന്നും നമ്മൾ ഓരോ അവസ്ഥകളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ജയിൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. നമസ്കാരം. മുൻ ജയിൽ DIG ആയിരുന്ന സന്തോഷ് സുകുമാരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം. നമസ്കാരം. നമ്മളീ സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പിടിക്കപ്പെട്ടു, ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഗോവിന്ദച്ചാമിക്കൊക്കെ ഇങ്ങനെ സുഖമായി ചാടാവുന്ന തരത്തിൽ അത്തരത്തിലൊരു ഫ്രെജിലിറ്റി നമ്മുടെ ഒരു ജയിൽ സുരക്ഷാ സംവിധാനത്തിനുണ്ടോ? ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ള ഏത് തടവുകാരനും എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ആലോചിക്കാൻ വേണ്ടി സാധിക്കുക. ഇതുമായിട്ട് ബന്ധിപ്പിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന പെട്ടെന്നുണ്ടായ ഒരു കാര്യം, എം ആർ അഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള IG ഓഫ് പ്രിസൺസ് ആയിരുന്ന, പിന്നീട് ഞങ്ങളുടെ അക്കാഡമി ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡയറക്ടറായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് സർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. എപ്പോഴും അദ്ദേഹം പറയും, ഒരു മതിലും ഒരു തടവുകാരൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ തടസ്സമേ അല്ല എന്ന് അദ്ദേഹം പറയാറ്. അത് ഏത് തടവുകാരനും എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് എസ്കേപ്പുകൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന പല എസ്കേപ്പുകൾ നടന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റി നടപടികൾ, ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാലും അതിനെ ഓവർകം ചെയ്യാൻ ഒരു തടവുകാരൻ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോവിന്ദച്ചാമി ഒരു കൈ ഇല്ലാത്ത വികലാംഗനായിട്ടുള്ള ഒരാൾ, അതല്ലെങ്കിൽ ജനം വലിയ രീതിയിൽ വെറുക്കുന്ന ഒരു കുറ്റവാളി, അങ്ങനെയൊക്കെയുള്ള പരിമിതികൾ ഉണ്ട്. വലിയ രീതിയിൽ അപകടകാരിയായിട്ടുള്ള അയാളെ സംബന്ധിച്ചിടത്തോളം പുറത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദുരിതവും ദുരന്തവും സമൂഹത്തിന് സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു തടവുകാരൻ, അത് ആരായാലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന, മനുഷ്യർ ഉണ്ടാക്കി വയ്ക്കുന്നതാണല്ലോ എല്ലാ നിയന്ത്രണവും. ആ നിയന്ത്രണത്തെ അധികരിക്കാൻ ആൾക്കാർക്ക് സാധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഗോവിന്ദച്ചാമി സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയത് രാത്രിയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മതിൽ ചാടുന്നു, അതിനുശേഷം ടൗൺ ഭാഗത്തൊക്കെ കറങ്ങി പിന്നീട് പിടിക്കപ്പെടുന്നു. അപ്പോൾ ഈ രാത്രി പുറത്തിറങ്ങുന്നു എന്നുള്ള പറയുമ്പോൾ ഈ രാത്രി പരിശോധനകളൊക്കെ ജയിലിൽ നടക്കാറില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. ശരിക്കും ആ ഒരു പ്രോസസ്സ് എന്താണ്? രാത്രി പരിശോധനയൊക്കെ നടക്കാറുണ്ടോ? അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ഒരു എസ്കേപ്പ് നമുക്ക് തടഞ്ഞു നിർത്താമായിരുന്നില്ലേ? അത് 2-3 തരത്തിലാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു സ്ട്രക്ചറിൻ്റെ കണ്ടീഷൻ ആണ് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഒന്ന് അഴികൾ പരിശോധിക്കുന്നു, വെന്റിലേഷനുകൾ പരിശോധിക്കുന്നു, മുറിയുടെ സ്ഥിതി പരിശോധിക്കുന്നു, വിളക്കുകൾ പരിശോധിക്കുന്നു. ഇത് ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ ഒരു സ്ട്രക്ചർ പരിശോധിക്കും. ഇനി ഫിസിക്കലി അവിടെ തടവുകാരനുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ, അതായത് 2 തരത്തിലുള്ള സ്ട്രക്ചർ പരിശോധിക്കുന്നത്, പലപ്പോഴും അതിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ലോക്കുകൾ ശരിയാണോ, അഴികൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക്
പകല് പരിശോധിക്കാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ച് അത് അൺലോക്കിൻ്റെ സമയത്ത്, ലോക്കപ്പിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒക്കെ പരിശോധിക്കും. അത് തടവുകാരെ പുറത്തിറക്കുകയോ അകത്ത് കയറ്റുകയൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാ മുറികളും പരിശോധിക്കണം. അങ്ങനെയാണ് നിയമപരമായിട്ടുള്ള ബാധ്യത. അതുപോലെ തന്നെ രാത്രിയിൽ ഓരോ തവണയും ഓരോ മുറിയുടെ വാതിലിലൂടെയും കടന്നു പോകുന്ന ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ അവിടെ തടവുകാരൻ ഉണ്ടോ എന്നുള്ള കാര്യം, ഒരു മുറിയിൽ ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പരിശോധന. അതുപോലെ തന്നെ ഇതിന് പുറത്ത് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ഇടവേളകളിൽ അത് പരിശോധിക്കണം. ഇപ്പോൾ വയർ ഫെൻസിങ് കൃത്യമാണോ, ഏതെങ്കിലും സ്ഥലത്ത് ബ്രേക്കേജ് ഉണ്ടോ, അതല്ലെങ്കിൽ മതിലുകൾ കറക്റ്റാണോ, ഓരോ സമയത്തും മതിലിൻ്റെ പുറത്തും അകത്തും പരിശോധന നടത്തിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ സംശയകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ. ഈ പരിശോധനകൾ റുട്ടീനാണ്, ജയിലിനുള്ളിൽ നടക്കേണ്ടതാണ്, നടത്തുന്നതാണ്. അതിന് ചിലപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളോ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് ചില ഇടവേളകൾ ഉണ്ടാവുകയോ ചെയ്യും എന്നുള്ളത്, അത് ചിലപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ചിലപ്പോൾ തടവുകാർ എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഈ രാത്രികളിൽ മാത്രം ഞാൻ സ്പെസിഫിക്കലി ചോദിക്കുകയാണ്, ഒരു എത്ര റൗണ്ട് പരിശോധനയ്ക്കണം? സാധാരണ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണും, ലാത്തി കൊണ്ട് ഓരോ സെല്ലിലും അടിച്ചടിച്ച് പോകുന്നൊരു പോലീസുകാരൻ. അതൊക്കെയാണ് സിനിമകളുടെ ഒരു പോർട്രേറ്റ്. അപ്പോൾ ഈ ശരിക്കുള്ള ഒരു പരിശോധനയൊക്കെ രാത്രികളിൽ എങ്ങനെയാണ് നടക്കാറ്? ഓരോ സെല്ലിലും കയറിയാണോ പരിശോധിക്കുക, പുറത്തു നിന്ന് ജസ്റ്റ് നോക്കുകയാണോ ചെയ്യുക? എങ്ങനെയാണ് ആ ഒരു രീതി? രാത്രിയിൽ 6 മണിയോടുകൂടി എല്ലാ സെല്ലുകളും പൂട്ടപ്പെടുകയാണ്. എല്ലാ സെല്ലുകളും പൂട്ടി അതിൻ്റെ താക്കോല് നമ്മുടെ ടവറിലേക്കോ ഗേറ്റിലേക്കോ കൊണ്ടുപോകുന്നു. ഒരു സെൻട്രൽ ജയിലിൽ 120 അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 200 ഒക്കെ മുറികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാരക്കുകളുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ താക്കോലുകൾ നമ്മൾ 6 മണിയോടുകൂടി ലോക്ക് ചെയ്ത് ലോക്കപ്പ് ഓഫീസറുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ രാത്രിയിലുള്ള നൈറ്റ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റുകയാണ്. പിന്നീട് രാത്രിയിലുള്ള പരിശോധനകൾ അങ്ങനെയുള്ള പരിശോധനകളല്ല, മറിച്ച് ഏതെങ്കിലും അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് പരിശോധിച്ചു പോകുന്നത്. അപ്പോഴൊക്കെ തടവുകാരൻ പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് രാവിലെ 6 മണി വരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യമായൊരു പരിശോധന അങ്ങനെ രീതി അവലംബിച്ചിട്ടില്ല. രാത്രിയിൽ അത്തരത്തിലുള്ള പരിശോധനയുടെ കാര്യമില്ല, മറിച്ച് ആ മുറിയിൽ, പൂട്ടപ്പെട്ടിരിക്കുന്ന മുറിയിൽ തടവുകാരൻ സുരക്ഷിതമായിട്ട് ഉറങ്ങുകയോ അതല്ലെങ്കിൽ അയാൾ വിശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാധാരണ രാത്രികാലങ്ങളിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് അത് അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിൽ നിന്നാണ്. അപ്പോൾ സാധാരണയൊക്കെ ആളുകൾ കൗതുകവും, ഇത്രയും സെക്യൂരിറ്റിയുള്ള, ഇത്രയും ഉദ്യോഗസ്ഥരുടെ ഒരു മാൻ പവർ ഉണ്ടാകേണ്ട ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഇയാൾ എല്ലാവരുടെയും കണ്ണൊക്കെ വെട്ടിച്ച് സുഖമായി മതിൽ ചാടിയെന്ന്? ഈ ശരിക്കും ഈ 10-ാം നമ്പർ ബ്ലോക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളും, എത്ര ലെയേഴ്സാണ് അതിനുള്ളത് സെക്യൂരിറ്റി വൈസൊക്കെ നോക്കുമ്പോൾ? ഇത് സാധാരണ രീതിയിലും നമുക്കിപ്പോൾ 4 സെൻട്രൽ ജയിലുകളുണ്ട്. ആ 4 സെൻട്രൽ ജയിലുകളിലും ഇത്തരത്തിലുള്ള ഒരു ഹൈ സെക്യൂരിറ്റി സോൺ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ആൾക്കാർ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയുള്ളവർ, ഹാബിച്വലായിട്ടുള്ള തടവുകാർ, എസ്കേപ്പിൻ്റെ ചരിത്രമുള്ളവർ, അവരെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം 8-ാം നമ്പർ ബ്ലോക്ക്, കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം 10-ാം നമ്പർ ബ്ലോക്ക്, അതുപോലെ തന്നെ വിയൂർ സെൻട്രൽ ജയിലിലും ഒരു ബ്ലോക്ക് അകത്ത് തന്നെ, അതായത് അതിൻ്റെ മാത്രമായിട്ട് സുരക്ഷിതത്വം പ്രത്യേകമായിട്ട് കണക്കാക്കിയുള്ള ഒരു സോൺ നമ്മൾ സൃഷ്ടിക്കുകയാണ്. ജയിലിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജയിലിലെ സൂപ്രണ്ട് പ്രത്യേകം ആയിട്ട് ഒരു സോൺ സൃഷ്ടിച്ച് അവിടെ കൂടുതൽ മറ്റ് ബ്ലോക്കുകളെ അപേക്ഷിച്ച് കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10-ാം നമ്പർ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അത് 4 കെട്ടിൻ്റെ രീതിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു ബ്ലോക്കാണ്. അത് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മറ്റ് 3 സൈഡും കാണാൻ സാധിക്കുന്ന, ആ 3 സെല്ലുകളിലെയും മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്ന തരത്തിലാണ്. അതേസമയം മറ്റ് ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലോക്കിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമ്മൾ നടന്നാലാണ് കാണുക. അതേസമയം ഇത് എന്ന് പറയുമ്പോൾ ഒരു കോർണറിൽ നിന്ന് നോക്കിയാൽ ഈ 4 സൈഡും കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പ്രത്യേകിച്ച് ഒരു DPOയുടെയോ അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ട് ഒരാളുടെ ചുമതലയിൽ 3-4 ജീവനക്കാർ ജോലി നോക്കുന്ന തരത്തിലാണ് അത് ചെയ്യുന്നത്. അത് പകൽ സമയത്തും മിക്കവാറും പൂട്ടിയിടപ്പെടുന്ന ഒരു രീതിയായിരിക്കും അതിനുണ്ടാവുക. അവിടെയുള്ള തടവുകാർക്ക് മറ്റ് തടവുകാരോട് ഇടപഴകാനും അല്ലെങ്കിൽ മറ്റ് തടവുകാർക്ക് ഈ തടവുകാരോട് ഇടപഴകാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ പരമാവധി നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. ഒരു CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ പരിശോധിക്കപ്പെടും. അതുപോലെ തന്നെ റൗണ്ട് അത് ഉണ്ടാവും. നൈറ്റിൽ ഒരു റൗണ്ട് ഓഫീസർ പരിശോധിക്കും.
അതുപോലെ ഇതിന് പ്രത്യേകമായിട്ടുള്ള മതിൽക്കെട്ടിനകത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉള്ളതാണ് അതിൻ്റെ ഒരു രീതി. അത് ഈ 3 സെൻട്രൽ ജയിലുകളിലും ഇതുണ്ട്. അതുപോലെ തന്നെ തവന്നൂരും അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പാർപ്പിക്കേണ്ട, സൂപ്പർവൈസ് ചെയ്യേണ്ട തടവുകാരെ പാർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ മറ്റുള്ളവർ പറയുന്നത് പോലെ അതീവ സുരക്ഷാ സംവിധാനമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. എന്നാലും ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്നുള്ള കാര്യത്തിന് സംശയമില്ല. അപകടകാരികളായിട്ടുള്ള തടവുകാരെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോൺ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ എല്ലാ സെൻട്രൽ ജയിലുകളും ഒരു മീഡിയം സെക്യൂരിറ്റി ജയിലുകളാണ്, അതൊരു ഹൈ സെക്യൂരിറ്റി ജയിലുകളല്ല. ആ മീഡിയം സെക്യൂരിറ്റി ജയിലിൽ കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം കൂടുതലുള്ള, അതല്ലെങ്കിൽ സെക്യൂരിറ്റി കൂടുതലുള്ളൊരു പ്രദേശം അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അത് ആ തരത്തിലാണ് ഈ 10-ാം ബ്ലോക്ക്. ആ 10-ാം ബ്ലോക്കിൽ ഗോവിന്ദച്ചാമിയെ സൂക്ഷിച്ചത് തന്നെ അയാൾ അപകടകാരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഗോവിന്ദച്ചാമി ചാടിയ ടൈമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതിനൊക്കെ ശേഷം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ വൈകിയായിരുന്നു. പ്രത്യേകിച്ച് ചാടി എന്നറിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് മണിക്കൂറുകളോളം അത് ജയിൽ വകുപ്പിനുള്ളിൽ നിന്നു. പിന്നീട് അത് പുറത്തറിയാനും പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ വൈകി എന്നൊരു രീതിയിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇത്രത്തോളം ഡിലേ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ അതൊരു ലാപ്സ് എന്ന് നമുക്ക് പറയാമല്ലോ അല്ലേ? ഇതിപ്പോൾ എസ്കേപ്പ് എല്ലായ്പ്പോഴും ലാപ്സ് ആണല്ലോ. ഒരു എസ്കേപ്പ്, ഒരു ജയിലിലെ പ്രധാനപ്പെട്ട 2 എമർജൻസി സംവിധാനം, ഒരു എമർജൻസി എന്ന് പറയാൻ പറ്റുന്ന 2 അവസ്ഥകൾ, ഒന്ന് സൂയിസൈഡും മറ്റേത് എസ്കേപ്പുമാണ്. ഒരു തടവുകാരനെ നമുക്ക് ഒരു കോടതി നൽകുമ്പോൾ, കോടതിയോ അതല്ലെങ്കിൽ അതുപോലുള്ളൊരു നിയമ സംവിധാനമോ ഒരു തടവുകാരനെ ജയിലിനുള്ളിലേക്ക് തരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അയാളുടെ സേഫ് ആൻഡ് സെക്യൂർ കസ്റ്റഡിയാണ്. അപ്പോൾ സേഫ് ആൻഡ് സെക്യൂർ കസ്റ്റഡിയിൽ ഒരാളിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രാഥമിക ചുമതലയാണ്. ആ ചുമതലയിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ലാപ്സസ് ഉണ്ടാവും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പഴുതുകൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ തടവുകാരെ നിരീക്ഷിക്കുന്നതിൽ, സൂക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നിയമം കൃത്യമായിട്ട് പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ എസ്കേപ്പിനകത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ജീവനക്കാരുടെ സൂപ്പർവിഷനിൽ സംഭവിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനത്തിൽ എവിടെയെങ്കിലുമൊക്കെ പഴുതുകൾ ഉണ്ടായിട്ടുണ്ടാവും, പരിശോധന ചിലപ്പോൾ കുറവ് വന്നിട്ടുണ്ടാവും. അതെല്ലാം ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. ഇത് പിന്നീട് ലാപ്സസ് അല്ലെങ്കിൽ ഈ ടൈം ലാഗ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, രാത്രിയിൽ വൈകുന്നേരം 6 മണിക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 6 മണി വരെ ലോക്ക് ചെയ്യപ്പെട്ട ഒരു മുറിക്കുള്ളിൽ കഴിയുകയാണ് തടവുകാരൻ എന്നുള്ളതും, അയാളുടെ മൂവ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളതും, അയാൾ വിശ്രമാവസ്ഥയിലോ ഉറക്കത്തിലോ ആണ് എന്നുള്ളതും നമ്മളുടെ ഒരു അസംഷനാണ്, ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഒരു എസ്കേപ്പ് നമ്മൾ വെളിയിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വരണമെന്നില്ല ഒരു ഒബ്സർവ് ചെയ്യുന്ന. അപ്പോൾ ഒന്നുകിൽ CCTV ഉണ്ടാവില്ല, അതല്ലെങ്കിൽ CCTV നിരീക്ഷിക്കുന്നവരുടെ ശ്രദ്ധയിലുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ റൂം തുറന്ന്, അതല്ലെങ്കിൽ അതിൻ്റെ അഴി മുറിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ വെന്റിലേഷൻ പൊട്ടിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ ഭിത്തി തുറന്ന് പുറത്ത് ഇറങ്ങുക എന്ന് പറയുന്നത് ശ്രദ്ധയിൽ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ലാഗ് സംഭവിച്ചിട്ടുണ്ടാവും. 1. 2, മറ്റൊന്ന്, ഈ തടവുകാരനൊരു ഡമ്മി പോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പുതച്ചു മൂടിക്കിടക്കുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഒരു നോട്ടത്തിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ജയാനന്ദൻ ഇതേ ബ്ലോക്കിൽ നിന്ന് 2010-2011 കാലഘട്ടത്തിൽ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വേറൊരു തടവുകാരനുമൊത്ത് ഈ 10-ാം ബ്ലോക്കിൽ നിന്നുള്ള എസ്കേപ്പാണ് 2010-11 കാലഘട്ടത്തിൽ. റിയാസ് എന്ന് പറയുന്ന മറ്റൊരു തടവുകാരനോട് ചേർന്നിട്ട് അയാൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്, ജയാനന്ദൻ. അയാൾ 2 വർഷത്തിന് ശേഷം 2013 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഡമ്മി ചിലപ്പോൾ ഉണ്ടാക്കി അത് മൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ വാതിലിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ ഈ ഡമ്മി മാത്രം കണ്ടു എന്ന് വരാം. അപ്പോൾ അത് ചിലപ്പോൾ അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ജീവനക്കാരനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഓരോ തവണയും ജീവനക്കാരനെ, തടവുകാരനെ ഉണർത്തി അയാൾ വീണ്ടും ഉറങ്ങിക്കോ എന്ന് പറയാൻ സാധിക്കില്ല. അതൊക്കെ ഒരു തടവുകാരൻ്റെ മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വരാന്തയിലൂടെ ശബ്ദം വെച്ച് ബൂട്ട്സ് ഇട്ട് നടക്കുകയും അതുപോലെ വാതിലിൽ ഈ ലാത്തി ഉപയോഗിച്ച് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്താൽ ഞങ്ങളുടെ ഉറക്കം ഭംഗപ്പെടും എന്ന് പറഞ്ഞ് പരാതിപ്പെടുകയും അതിൽ നിന്ന് സംരക്ഷണത്തോടു കൂടി കോടതി വിധികൾ ഉണ്ടാക്കുകയും കോടതിയുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന തടവുകാർ പോലും ഉണ്ട്. അത്ര സമർത്ഥരാണ് തടവുകാർ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അതൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവാം. അതിലൂടെ നടന്നു പോകുന്ന ഒരാളിന് ചിലപ്പോൾ അഴിമുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഡമ്മി അതിനകത്തുണ്ടാവുമായിരിക്കും, വേറൊരു തടവുകാരൻ അതിനകത്തുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാകാം. പിന്നെ പലപ്പോഴും ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെ അൺലോക്കിൻ്റെ സമയത്താണ്. 6 മണിക്ക് അതിന് മുന്നോടിയായിട്ട് 5:45 മണിയോടുകൂടി അൺലോക്ക് നടപടികൾ ആരംഭിക്കുമ്പോൾ എല്ലാ തടവുകാരുടെയും എണ്ണം കൃത്യമായിട്ട് എടുക്കാനും അവരെ ഉണർത്തി അൺലോക്കിന് തയ്യാറാക്കുകയും ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക. അതായിരിക്കും അതിനകത്ത് വന്ന ഒരു ലാഗ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും രാത്രിയിലെ എസ്കേപ്പിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു എസ്കേപ്പിൻ്റെ ഒരു ഗൗരവം നമ്മൾ എപ്പോഴും പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് ഏത് ജയിലിൽ നിന്ന് പോയി, എവിടുന്ന് ആ ജയിലിലെ ഏത് സാഹചര്യത്തിൽ നിന്ന് പോയി, ഏത് സമയത്ത് പോയി, എങ്ങനെയുള്ള തടവുകാരൻ പോയി എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഗോവിന്ദചാമിയുടെ എസ്കേപ്പ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇപ്പം നമ്മൾ ഈ ടൈം ലാഗിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, അപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു കാര്യം ഈ പ്രോസസ്സ് എന്തായിരിക്കും. ഒരു തടവുകാരൻ ചാടിപ്പോയാൽ ജയിൽ വകുപ്പ് സ്വീകരിക്കേണ്ട ഒരു അടിയന്തര നടപടികൾ, ഒരു പ്രോസസ്സ് എന്തായിരിക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു. ശരിക്കും എന്താണ് ആ പ്രോസസ്സ്? അപ്പോൾ ശരിക്കും എസ്കേപ്പ് നടന്നു എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും അയാൾ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത് എസ്കേപ്പ് നടന്നു കഴിഞ്ഞാലും ജയിലിന് പുറത്തുള്ള ഈ പെരിമീറ്റർ അല്ലെങ്കിൽ ഉയർന്ന മതിൽ ഭേദിച്ച് അയാൾ പുറത്തു പോകാൻ സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. ജയിലിനുള്ളിൽ തന്നെ, ജയിലെന്ന് പറയുമ്പോഴത്തേക്ക് 9, 10, 12, 15 ഒക്കെ ഏക്കർ വിസ്തീർണമുണ്ട് ഈ ജയിലിനുള്ളിലെ ഏരിയയ്ക്ക്. അപ്പോൾ ആ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കെട്ടിടങ്ങളുണ്ട് ധാരാളം. കണ്ണൂരാണെങ്കിൽ വൃക്ഷങ്ങളുണ്ട്, അതുപോലെ ഉപയോഗിക്കാത്ത കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് കുളിസ്ഥലങ്ങൾ ഉണ്ട്. അവിടെ തന്നെ ടോയ്ലറ്റുകൾ, പ്രത്യേകിച്ച് ലാട്രിനുകൾ പണിഞ്ഞിട്ടുണ്ടാവും, വാട്ടർ ടാങ്കുകളുണ്ടാവും. അതുപോലെ ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാകാം, വെള്ളം ഒഴുകിപ്പോകുന്ന ഓടകളുണ്ട്, സ്ലാബുകൾക്ക് ഉള്ളിൽ ഒളിച്ചിരിക്കാം, കിണറുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒളിച്ചിരിക്കാവുന്ന ഒരുപാട് ഏരിയയാണ്. അവിടെ പലപ്പോഴും പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ഈ എസ്കേപ്പ് ചെയ്ത തടവുകാരൻ ജയിലിന് പുറത്തു പോവുകയാണോ, അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടം ഉപയോഗപ്പെടുത്തുകയാണോ എന്നൊക്കെയുള്ള പിന്നെ പരിശോധനകൾ നമ്മൾ നടത്തണം. അതിനോടൊപ്പം ഇപ്പോൾ എസ്കേപ്പ് നടന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എസ്കേപ്പ് ഉറപ്പുവരുത്താൻ, ജയിലിന് പുറത്തു പോയി എന്നുള്ളവരെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് CCTV ഫുട്ടേജുകൾ പരിശോധിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു പരിശോധന നമ്മളുടെ ജയിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ ഇത് നടക്കും. അതിനോടൊപ്പം രാത്രിയിൽ ഇപ്പോൾ ഓഫീസേഴ്സിൻ്റെ മുഴുവൻ സാന്നിധ്യം ജയിലിനകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ സൂപ്രണ്ട് അല്ലെങ്കിൽ ജോയിൻറ്റ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, ഇത്തരത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ജയിലിനകത്ത് ആ സമയത്ത് അൺലോക്ക് നടത്തുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ വിവരം അറിയിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം വേണ്ടിവരും. അതിനോടൊപ്പമാണ് അത് ഉറപ്പുവരുത്തുന്നത്, എസ്കേപ്പ് നടന്നിട്ടുണ്ട്, ആ പ്രതി ജയിലിനുള്ളിലില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി കഴിയുമ്പോഴാണ് പിന്നീട് അതിൻ്റെ പരാതി, അതല്ലെങ്കിൽ അതിൻ്റെ ഫർദർ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. അതാണ് അതിനകത്ത് വരുന്ന ഒരു താമസം. ഒരുപക്ഷെ സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ജയിലിനുള്ളിലൊരു പരിശോധന നടത്തുന്നത് അതൊരു ടൈം ലാഗിന് കാരണമായിരിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് സാറിന് തോന്നുന്നത്? സംശയമില്ല. കാരണം ഇത്തരം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളിലും അയാൾ ഉണ്ടാകാം ജയിലിന് പുറത്തു പോയത്. അപ്പോൾ ആദ്യം മതിലിന് പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് മുമ്പ് ജയിലിനുള്ളിൽ അയാളുണ്ടോ, അയാൾ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പലപ്പോഴും ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. പല തടവുകാരും സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും ജയിലിന് പുറത്തിറങ്ങാൻ സാധിക്കാതെ ഒളിച്ചിരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മളത് അവരെ കണ്ടെത്തി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെർച്ച് ജയിലിനുള്ളിൽ നമ്മൾ നടത്തും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവനക്കാർ പെട്ടെന്ന് തന്നെ മതിലുകൾ ഭേദിച്ചിട്ടുണ്ടോ, മതിലിന് പുറത്തേക്ക് എന്തെങ്കിലും കയറോ, അതല്ലെങ്കിൽ ഇതുപോലെ തുണി എന്തെങ്കിലും കാര്യങ്ങൾ, ഏണിയോ, അതെന്തെങ്കിലും സാധനങ്ങൾ പുറത്തേക്ക് കിടപ്പുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. എവിടെയെങ്കിലും ഒരു മതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. ഇതെല്ലാം രാവിലെ ഒരു 6 മണിക്ക് അൺലോക്കിൻ്റെ സമയത്താണ് ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ ആ ഒരു മണിക്കൂറിനുള്ളിലാണിത് നടക്കുക. അതിനോടൊപ്പം തൊട്ട് പുറത്ത് റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അവിടെയൊക്കെ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള പരിശോധന നമ്മൾ നടത്തുകയും എല്ലാ ജീവനക്കാരും അലർട്ടാവുകയും ചെയ്യും. പുറത്ത് ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ജീവനക്കാർ, അതുപോലെ തന്നെ ട്രെയിനിങ് ബാച്ച് ഉണ്ടെങ്കിൽ അവർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരെയെല്ലാം നമ്മൾ വിളിച്ചു വരുത്തുക. അതിന് വേണ്ടിയിട്ടൊരു അലാം തന്നെ പുറപ്പെടുവിക്കും. അലാം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥൻ വളരെ പെട്ടെന്ന് ജയിലിനുള്ളിലേക്ക്, ഡ്യൂട്ടിയിലില്ലാത്തവരും ഒരു അടിയന്തര സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്
ജയിലിനുള്ളിലേക്ക് യൂണിഫോമിലോ അല്ലാതെയോ പെട്ടെന്ന് തന്നെ വന്ന് നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് നമ്മളുടെ നിയമം. ആ നിയമത്തിനനുസരിച്ചുള്ള നടപടികൾ തുടങ്ങും. അതിനോടൊപ്പമാണ് നമ്മൾ പോലീസിലേക്ക് ഇൻഫോം ചെയ്യുന്നത്. ഉറപ്പ് വരുത്തിയതിന് ശേഷം എസ്കേപ്പ് നടന്നിട്ടുണ്ട്, എസ്കേപ്പാണോ സൂയിസൈഡാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമാണോ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത. അല്ലെങ്കിൽ ഈ അന്വേഷിക്കുന്ന ഏജൻസിയോട് നമുക്കിത് കൃത്യമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരും. അതല്ല, ആ സിസ്റ്റത്തെയും നമ്മൾ നമുക്ക് വേണ്ടത്ര വിവരം പ്രാഥമികമായിട്ട് നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഈ അന്വേഷണം ഫലപ്രദമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോലീസിൽ അറിയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ചിലപ്പോൾ വൈകി പോകും എന്നുള്ള കാര്യം. അതിനുള്ളിൽ ചിലപ്പോഴൊക്കെ ഇവരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കൊടും കുറ്റവാളികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഏരിയയിലും മാത്രമല്ല, ഇപ്പം എല്ലാ ജയിലുകളിലും അത്തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും സ്വാഭാവികം. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പ്രത്യേകിച്ചും സാധാ തടവുകാരും ഇവരെയും തമ്മിൽ എങ്ങനെയാണ് ജയിൽ വകുപ്പ് നോക്കിക്കാണുന്നത്, ഉദ്യോഗസ്ഥരൊക്കെ നോക്കിക്കാണുന്നത്? അതിന് കുറേ പരിമിതികളുണ്ട്. കാരണം സാധാരണ രീതിയിൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ള ഓരോരുത്തരുടെയും അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മനോനില, സാംസ്കാരികമായിട്ടുള്ള നിലവാരം, വിദ്യാഭ്യാസം, അവർ വരുന്ന പശ്ചാത്തലം, അവരുടെ കഴിവ്, പ്രായം, അവരുടെ കുടുംബപരമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിച്ച് അവരെ ക്ലാസിഫൈ ചെയ്യണം. അവർ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അതൊക്കെ പരിശോധിക്കപ്പെടണം. പക്ഷെ അങ്ങനെ പരിശോധിച്ച് ഒരു ഗ്രഡേഷൻ നടത്തി അവരെ ക്ലാസിഫൈ ചെയ്ത് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണം. അത് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയാണ്. പക്ഷേ അതിനുള്ളൊരു സൗകര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മളുടെ ഒരു സെൻട്രൽ ജയിൽ ഒഴിച്ച് മറ്റ് 3 സെൻട്രൽ ജയിലുകളും 100 വർഷത്തിലധികം പ്രായമുള്ള ജയിലുകളാണ്. 1860-69 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ, അതല്ലെങ്കിൽ 1914 സ്ഥാപിക്കപ്പെട്ട വിയ്യൂർ സെൻട്രൽ ജയിൽ, 1888 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ ജയിൽ എന്നൊക്കെ പറയുന്ന ഉടനെ അതെല്ലാം വളരെ അധികം ഒരു സെഞ്ച്വറി ഓൾഡായിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനോടൊപ്പം അതെല്ലാം ഓവർ പോപ്പുലേറ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ താരതമ്യേന ഓവർ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ള ഒരു ജയിലാണ്. അവിടെ 1000-ഓളം തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. 1000-ഓളം തടവുകാരേ ഉള്ളൂ അവിടെ, അല്ലെങ്കിൽ കുറച്ച് 10-50 പേരുടെയൊക്കെ ഒരു എക്സസേ ഉള്ളൂ. പക്ഷേ വിയ്യൂർ സെൻട്രൽ ജയിലിൽ അവർക്ക് പാർപ്പിക്കാവുന്നതിൻ്റെ ഇരട്ടിയിലധികം തടവുകാരെയാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 750-ഓളം തടവുകാരെ മാത്രമേ പാർപ്പിക്കാനുള്ള സൗകര്യമുള്ളൂ. അവിടെ 1600-ഓളമാണ് അടുത്ത സമയത്തുള്ള പോപ്പുലേഷൻ. അപ്പോൾ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജയിലുകൾ, പുതിയ ജയിലുകൾ നിർമ്മിക്കപ്പെടുന്നത് വളരെ കുറവായിട്ടാണ് വരുന്നത്. ഇല്ലെന്നല്ല, ഇപ്പോൾ കൂത്തുപറമ്പിൽ പുതിയ ജയിൽ വന്നു, തളിപ്പറമ്പിൽ പുതിയ ജയിലിൻ്റെ പണി നടക്കുന്നു, മലമ്പുഴയിൽ പാലക്കാട് ജില്ലാ ജയിൽ കൂടുതൽ സൗകര്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലും പുതിയ ജയിലുകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ജില്ലാ ജയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ സബ് ജയിൽ പോലെയുള്ള ജയിലുകൾ പുതുതായിട്ട് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മാത്രം പഴക്കമുള്ള ജയിലുകളാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ജയിലുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ അനുസരിച്ച് തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ നമുക്ക് പരിമിതിയുണ്ട്. അതിനകത്ത് സൗകര്യക്കുറവുണ്ട്. ആ സൗകര്യക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലാസിഫിക്കേഷനും കുറവാണ്. ഇപ്പോൾ 2016 മോഡൽ പ്രിസൺ മാനുവലിൽ ഒരു ജയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 250 പേർക്ക് ഒരു കിച്ചൺ വേണമെന്നാണ്. അതുപോലെ തന്നെ ആകെയുള്ള പോപ്പുലേഷൻ്റെ 5% ആശുപത്രി സൗകര്യങ്ങൾ ജയിലിനുള്ളിൽ വേണമെന്നാണ്. ഒരു തടവുകാരന് ഒരു യാർഡിന്, ഒരു ജയിലിനുള്ളിൽ എന്തുമാത്രം അളവ് വേണം എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മതിലിൽ നിന്ന് എന്തുമാത്രം അകലം വേണം, മറ്റ് മരങ്ങളും മറ്റ് കെട്ടിടങ്ങളും സ്ഥാപിക്കുന്നു. ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ തവന്നൂർ നമ്മളുടെ സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അത് വെറും 8 ഏക്കർ ഒരു സ്ഥലത്താണ് നമ്മൾ സെൻട്രൽ ജയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ നമ്മളൊരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 10 വർഷമൊക്കെ എടുക്കും ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയിട്ടുള്ള മീറ്റിങ്ങും ഒരു സെൻട്രൽ ജയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആലോചിച്ച് തുടങ്ങിയാലും ഭൂമി ലഭ്യമാക്കാൻ ഒരു 50 ഏക്കറെങ്കിലും സ്ഥലം വേണം മിനിമം. ആ 50 ഏക്കർ സ്ഥലം എടുക്കാൻ ഗവൺമെൻറ് റവന്യൂ ലാൻഡ് എടുക്കാനുള്ള പരിമിതി, അതുപോലെ തന്നെ അത് സ്ഥാപിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്ന ജില്ലകളിൽ ഈ ഭൂമി ലഭ്യതയുടെ കുറവ്,
അതിനെയും സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വരുന്നൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താനുള്ള പ്രശ്നം, അത് ഒക്കെയുണ്ട്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരിൽ തമിഴ്നാട് ഗവൺമെൻറ് പുതുതായിട്ടുള്ള സെൻട്രൽ ജയിൽ സ്ഥാപിച്ചു. അവർ ചെന്നൈ പട്ടണത്തിൽ നിന്ന് മാറി പുഴൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരുടെ സെൻട്രൽ ജയിൽ കോംപ്ലക്സ് മാറ്റി സ്ഥാപിച്ചു. പക്ഷേ നമുക്ക് അത്തരത്തിൽ ഒന്നും ആലോചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. നമ്മൾ സെൻട്രൽ ജയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സെൻട്രൽ ജയിലുകളും കൂടുതൽ സൗകര്യപ്രദമായി പുനഃസംഘടിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇത് മ്യൂസിയമായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ടോ മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ലിമിറ്റ് ചെയ്ത് അതിൻ്റെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും കൂടുതൽ സ്ഥലം കണ്ടെത്തി ആ സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസമുണ്ട് എന്നുള്ളത് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചർ പരമായൊരു പരിമിതി സാറ് പറഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈ ഗോവിന്ദച്ചാമിയോട് ചാടിയതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ആൾക്ഷാമം ഉണ്ടെന്നാണ് ജയിലുകളിൽ, ഉദ്യോഗസ്ഥക്ഷാമം. വിവിധ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു ഭയങ്കരമായൊരു ക്ഷാമമുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും സംശയം വന്നത് ഈ ഒഴിവുകൾ അത് സമയത്തിന് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണോ അതോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നികത്തപ്പെടാത്തതാണോ? എന്താണ് അതിലൊരു സത്യാവസ്ഥ? ജയിൽ വകുപ്പിൽ തസ്തികകൾ കുറവുണ്ട് എന്നുള്ള കാര്യം ആണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻ പവർ ഉപയോഗിച്ച് നമ്മളുടെ ജയിൽ സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ള മാൻ പവർ ഉപയോഗിച്ച് ഇത് ഫങ്ഷൻ ചെയ്യിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏത് കാര്യമുണ്ടെങ്കിലും ഇപ്പോൾ ഗോവിന്ദച്ചാമി എസ്കേപ്പ് ചെയ്ത ഉടനെ CCTV ക്യാമറകളുണ്ട്. CCTV ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്ന ഉടനെ അത് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു CCTV കൺട്രോൾ റൂമുണ്ട്. ആ റൂമിൽ പക്ഷേ ഇത്രയും ക്യാമറകൾ നിരീക്ഷിക്കാനുള്ള മാൻ പവർ ഇല്ല എന്നുള്ളതാണ്. ക്യാമറകൾ ജോലി ചെയ്യില്ല. അതുപോലെ തന്നെ വയർ ഫെൻസ് ജോലി ചെയ്യില്ല. വയർ ഫെൻസിൽ അത് ബ്രേക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ അത് ആരെങ്കിലും അതിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അലാറം കേൾക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ വേണം, അല്ലെങ്കിൽ മാൻ പവർ വേണം. അവിടത്തേക്ക് ഓടിച്ചെല്ലാൻ മനുഷ്യർ വേണം. കണ്ണൂർ സെൻട്രൽ ജയിലിലാണെങ്കിൽ രാത്രി പാറാവിൽ 1, 2, 3 ബ്ലോക്കുകൾക്ക് ഒരു ഡ്യൂട്ടിക്കാരൻ മാത്രമുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ വലിയൊരു പരിമിതിയാണ്. അതായത് നമ്മളെ ജയിൽ വകുപ്പ് ആധുനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കറക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഏറ്റെടുത്തപ്പോൾ ആ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള മാൻ പവർ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു വലിയ പരിമിതി. ഇപ്പോൾ വീഡിയോ കോൺഫറൻസിങ് ആരംഭിച്ചു. വീഡിയോ കോൺഫറൻസിങ്ങൾ ആരംഭിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൽ നിന്ന് തടവുകാരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലീസിൻ്റെ എസ്കോർട്ടിലാണ്. അങ്ങനെ പോലീസ് എസ്കോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എസ്കേപ്പിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ജയിലിൽ നിന്നുള്ള എസ്കേപ്പ് നടക്കുന്നതിൽ ജയിലിൽ നിന്ന് അല്ല പലപ്പോഴും എസ്കേപ്പാണ്, പോലീസ് എസ്കോർട്ടിൽ നിന്നാണ്. അത് പോലീസ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ യാത്രയിൽ നിന്ന് ഒരുപാട് എസ്കേപ്പുകൾ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ എസ്കേപ്പിനുള്ള സാഹചര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയത്. അപ്പോൾ കോടതിയിലേക്ക് അയാളെ കൊണ്ടുപോകുന്നില്ല, മറിച്ച് അയാൾ ജയിലിൽ നിന്നുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്ന് കോടതിയിൽ ഹാജരാകുന്നു. പക്ഷേ ഈ സ്റ്റുഡിയോ സിസ്റ്റം പ്രവർത്തിപ്പിക്കണമെങ്കിൽ മാൻ പവർ വേണം. അഡീഷണൽ ആയിട്ട് വന്നൊരു ജോലിയാണ്. അപ്പോൾ പോലീസ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയപ്പോൾ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ജോലി കൂടി. അതുപോലെ തന്നെ ഇപ്പോൾ CCTVകൾ വന്നപ്പോഴത്തേക്ക് അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാൻ പവർ വേണം, സ്റ്റുഡിയോയിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ല, അങ്ങനെ സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ആൾ വേണം. അതുപോലെ നമ്മൾ ഇൻഡസ്ട്രി വലിയ രീതിയിൽ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് ജയിൽ വകുപ്പ് ഒരു ഇൻകം ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറി. നേരത്തെ ആണെങ്കിൽ കൃഷിയിൽ നിന്നുള്ള നാമമാത്രമായിട്ടുള്ള വരുമാനം മാത്രമേ ജയിലിനുണ്ടായിരുന്നുള്ളൂ. ഭക്ഷണത്തിൻ്റെ വിൽപ്പന, കഫറ്റേറിയകൾ, അതുപോലെ തന്നെ പെട്രോൾ ബങ്കുകൾ, അതിന് ഫ്രീഡം ഫുഡ് ഫാക്ടറി എന്ന് പറയുന്ന ഇത് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ട്രേഡ് നെയിമായിട്ട് മാറി. ഈവൻ നമ്മുടെ ബാർബർ ഷോപ്പുകൾ പോലും ബ്യൂട്ടി പാർലറുകൾ പോലും നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി. അപ്പോൾ വെളിയിൽ നിന്നുള്ള സെയിൽസ്, ഫുഡിൻ്റെ കാര്യത്തിൽ, പ്രിപ്പേർഡ് ഫുഡിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇത്രയും ജോലികൾ ഏറ്റെടുത്തപ്പോൾ അതിനെല്ലാം നിയോഗിക്കപ്പെടേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമ്പോൾ ഈ കഫറ്റേറിയകളിൽ തടവുകാരെ ജോലി ചെയ്യിക്കുന്നത് നേരത്തെ ഒരു ക്ലോസ്ഡ് ഒരു എൻക്ലോഷറിനകത്ത് ജോലി ചെയ്യിക്കുന്നത് പോലെ അല്ല, പബ്ലിക്സുമായിട്ട് അവരെ ഇൻട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സൗകര്യത്തിലാണ് അവരെ നിയോഗിക്കുന്നത്.
അവിടെ പക്ഷേ സൂപ്പർവൈസ് ചെയ്യാൻ വീണ്ടും ജീവനക്കാർ വേണം. അതിനൊന്നും നമ്മളുടെ ജീവനക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള മാൻ പവർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും, ടെക്നോളജിക്കലായിട്ട് ചില അഡ്വാൻസ്മെൻറ്റുകൾ നമ്മൾ നടത്തിയപ്പോൾ അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ജീവനക്കാരുണ്ടായില്ല എന്നുള്ളതുമാണ് നമ്മളുടെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉള്ള ഈ മാൻ പവർ വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് ജയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ ജയിൽ വകുപ്പിൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ തവന്നൂർ സെൻട്രൽ ജയിൽ 2022 മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ആ പുതിയതായിട്ടൊരു സെൻട്രൽ ജയിൽ ആരംഭിക്കുകയാണ്. സെൻട്രൽ ജയിലിന് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതൊരു സ്ഥാപനം പ്രവർത്തിപ്പിക്കാനേ ഉള്ളൂ. ഉണ്ടായിരുന്ന ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലോ അല്ലെങ്കിൽ വിയ്യൂർ സെൻട്രൽ ജയിലോ കണ്ണൂർ സെൻട്രൽ ജയിലോ ഒക്കെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പുതുതായിട്ട് സ്ഥാപനം ഉണ്ടാകേണ്ടി വരുന്നു പുതിയ ജീവനക്കാർ വരാൻ. പക്ഷെ അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം ആണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന ജയിലുകളിലെ കൂടുതൽ ജോലിഭാരത്തെ അഭിമുഖീകരിക്കാൻ ജീവനക്കാരില്ലാതെ ആണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മറ്റൊന്ന്, ജീവനക്കാർ ജോലി ചെയ്യുന്നത് ആകർഷകമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷത്തിലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവർ വരുന്നു, ജോലി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു സർവീസ് ആരംഭിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ആദ്യത്തെ ഒരു അവസരം കിട്ടിയാൽ അവർ ഈ ജോലി ഉപേക്ഷിച്ച് പോകും. ഈവൻ പരിശീലനം നേടിയവർക്ക് ആ പരിശീലന കാലത്ത് ഒരു ബോണ്ട് വെച്ചിട്ട് നമ്മൾ തുടരാൻ അവരെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതുപോലും അവർ ആ പൈസ 50,000 40,000 രൂപ സർക്കാരിലേക്ക് കെട്ടിവെച്ചിട്ട് അവർ ഈ ജോലി ഉപേക്ഷിച്ച് പുറത്തു പോകുന്നു. അത് ഒരു വലിയ പരിമിതിയാണ് ഈ വകുപ്പിൻ്റെ. അപ്പോൾ ആകർഷകമല്ല, യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലല്ല ഈ ജോലി എന്നുള്ളതും, ഈ ജോലിയുടെ വൈവിധ്യവും ഇതിൻ്റെ സമ്മർദ്ദവും ഒന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഈ ജോലിയിൽ പ്രവേശിക്കുന്ന പുതിയ തലമുറ. ഈ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ എന്ത് സമ്മർദ്ദമായിരിക്കും ശരിക്കും ഉണ്ടാവുക അപ്പോൾ ജയിലിലെ ഈ ഉദ്യോഗസ്ഥർക്ക്? പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. അത് മനുഷ്യനെ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ബസ്സിലെ കണ്ടക്ടർ, അതല്ലെങ്കിൽ പബ്ലിക്സുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ ഓരോരുത്തരെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വരുന്ന ആൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിക്കില്ല. ഇതേ പരിമിതി നമുക്ക് ഈ ജയിലിലുണ്ട്. തടവുകാരൻ അവൻ ഏത് മാനസികാവസ്ഥയിലേക്ക് വേണമെങ്കിലും പോകാം. കാരണം ജയിൽ കാലയളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവുകാരനെ സംബന്ധിച്ചിടത്തോളം അതിദുസ്സഹമായിട്ടുള്ള ഒരു സമ്മർദ്ദമാണ് അയാൾ അനുഭവിക്കുന്നത്. ഒരു ഇൻമേറ്റ്, ആ ഇൻമേറ്റിൻ്റെ ഈ മാനസിക സമ്മർദ്ദത്തിൻ്റെ ദൃക്സാക്ഷിയും ആദ്യത്തെ അനുഭവസ്ഥനും ഈ ജീവനക്കാരനാണ്. പ്രത്യേകിച്ച് ബേസിക് ആയിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർ തടവുകാരുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ അവരുടെ ശീലങ്ങൾ, ശീലക്കേടുകൾ, അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ ഭാഷ, അവരുടെ അത്ര സംസ്കാരപൂർണമല്ലാത്ത അവരുടെ പെരുമാറ്റം, ഇതെല്ലാം ഈ ജീവനക്കാരിലേക്കാണ് പെട്ടെന്ന് ഇഫക്റ്റ് ആവുന്നത്. അപ്പോൾ അത് വലിയ രീതി. പിന്നെ അതിനോടൊപ്പം ഈ തടവുകാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാനുള്ള ബാധ്യത മറ്റ് ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് എൻ്റെ ജോലി എന്നുള്ളതിലുള്ള സമ്മർദ്ദം, ഇതൊക്കെയുമുണ്ട്. അയാൾ ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ് ജീവനക്കാരൻ സഞ്ചരിക്കുന്നത്. അയാൾ തടവുകാരനുമായിട്ട് ഇടപഴകുമ്പോൾ സിമ്പതറ്റിക് ആവണോ, എമ്പതി കാണിക്കണോ, അതല്ലെങ്കിൽ അയാളോട് ഒരു അഡ്വൈസറായിട്ട് പ്രവർത്തിക്കണോ, അയാളെ ശാസിക്കാമോ, അയാളെ ശിക്ഷിക്കാൻ വേണ്ടി സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഓരോ ദിവസവും അയാൾക്കുണ്ട്. ഒരു ജയിലിലേക്ക് വരുമ്പോൾ ഒരു ജീവനക്കാരൻ വളരെ ഫ്രഷായിട്ട് ജയിലിനുള്ളിൽ ജോലിക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾ വൈകുന്നേരം ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ പരിക്ഷീണമായിട്ടുള്ള അവസ്ഥയിൽ ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. കാരണം അയാൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇക്കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു ഫയൽ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ല ഒരു തടവുകാരനെ കൈകാര്യം ചെയ്യുന്നത്. അത് മനസ്സുകൊണ്ട് ആണ് ആ തടവുകാരനെ ഒരു ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്നത്. ആ തടവുകാരൻ മനസ്സുകൊണ്ടാണ് അയാൾ ജീവനക്കാരനെ എതിർക്കുന്നതും ജീവനക്കാരനോട് പ്രതികരിക്കുന്നതും. അപ്പോൾ ഈ ഒരു വലിയൊരു സംഘർഷം എപ്പോഴും ജയിലിനുള്ളിലുണ്ട്. അപ്പോൾ ആ സംഘർഷം പലപ്പോഴും ജീവനക്കാർക്ക് താങ്ങാൻ സാധിക്കാതെ വരും.
അത് അവരുടെ കുടുംബജീവിതത്തിൽ പ്രതിഫലിക്കും, അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കും, അവരിൽ പുതിയ ദുശീലങ്ങൾ സൃഷ്ടിക്കാൻ ഇടവരുത്തും. അവർ കാരണം ഈ വളരെ മോശമായിട്ട് ഇന്നലെ പെരുമാറിയ തടവുകാരനോട് തന്നെയാണ് ഇന്ന് ഞാൻ കണ്ട് സംസാരിക്കേണ്ടത്, ഇടപഴകേണ്ടതും. അയാൾ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കണം. അപ്പോഴൊന്നും എനിക്കെൻ്റെ അയാളോടുള്ള, ഇപ്പോൾ അയൽവാസിയും ഞാനും തമ്മിലുള്ള ബന്ധം എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എനിക്ക് നല്ലൊരു ബന്ധമില്ല അയൽവാസിയുമായിട്ട്, എനിക്ക് വേണമെങ്കിൽ അയാളെ കാണുന്നത് സംസാരിക്കുന്നത് ഒഴിവാക്കാം. ഞാൻ കാണുന്നുണ്ട് അയാളെ മൈൻഡ് ചെയ്യാതെ പോകാം, അയാൾക്ക് കാണുന്നുണ്ട് ചിരിക്കാതിരിക്കാം, സംസാരിക്കാതിരിക്കാം, എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്താതിരിക്കാം. അതെൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എനിക്ക് തടവുകാരനോട് അത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം അതെൻ്റെ ജോലിയാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ എന്നോട് മോശമായിട്ട് പെരുമാറിയ തടവുകാരനാണെങ്കിൽ ഇന്ന് ഞാൻ അതെല്ലാം മറന്ന് അയാളോട് കൂടുതൽ ലാഘവത്തോടു കൂടി പെരുമാറണം, ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണം. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലുള്ള കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പെരുമാറ്റം നടത്തണം. അപ്പോഴും അയാൾ നമ്മളെ അംഗീകരിക്കണമെന്നില്ല. ഇതൊക്കെ വലിയ, കാരണം തടവുകാരൻ എങ്ങനെ ഉദ്യോഗസ്ഥനോട് പെരുമാറണം എന്നുള്ളതിന് വിധികളൊന്നുമില്ല. മറിച്ച് ജീവനക്കാരൻ തടവുകാരനോട് പെരുമാറുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു സാധാരണ ജീവനക്കാരന് സാധിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിത് ഏറ്റെടുക്കുന്നത് എന്ന് തോന്നാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലഘുവായിട്ടുള്ള മറ്റൊരു ജോലിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കാം. ആ ഒരു പ്രഷർ ഉണ്ടായിരിക്കാം അല്ലേ? ശരിക്കും ഈ മനുഷ്യാവകാശം കാത്തു സൂക്ഷിക്കണം എല്ലാം മാത്രമല്ല, പക്ഷെ അതേസമയം അവിടെ നിന്ന് വരുന്ന പ്രഷറും തടവുകാരിൽ നിന്നുണ്ടാകുന്ന പ്രഷറും അവർക്ക് ഏറ്റെടുക്കണം. അപ്പം അതൊക്കെ മൊത്തത്തിലൊരു പ്രശ്നമായിരിക്കാം അല്ലേ? അപ്പം അതുകൊണ്ട് ഈ സമൂഹം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് തടവുകാരെ ജയിലിനുള്ളിലേക്ക് അയക്കുന്നത്. പക്ഷെ അങ്ങനെ സമൂഹത്തിന് സഹിക്കാൻ സാധിക്കാത്ത, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പരിഷ്കരണം ആവശ്യമുണ്ടെന്ന് സമൂഹത്തിന് തോന്നിയവരെയാണ്, അവരെ മാത്രമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അവരെ മാത്രമാണ്. ഇപ്പോൾ 1600 തടവുകാരുള്ള തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ 1600 തടവുകാരും ഇത്തരത്തിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സമൂഹവും നിയമവും ഈ സംവിധാനവും ആവശ്യപ്പെടുന്നവരാണ്. ആ ആവശ്യപ്പെടുന്നവരുടെ ഇടയിൽ ഈ ഉദ്യോഗസ്ഥൻ ഏകനായിട്ട് നിന്നാണ് അവരോട് ഇടപഴകുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും അയാൾ ഈ സമ്മർദ്ദം അനുഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദത്തെ സ്വീകരിക്കാൻ, അതൊരു കടമയായിട്ട് സ്വീകരിക്കാൻ, ഒരു പ്രതിബദ്ധതയോടുകൂടി സ്വീകരിക്കാൻ ചിലപ്പോഴും എല്ലാ ജീവനക്കാർക്കും സാധിക്കാതെ വരുമ്പോൾ അവർ ഈ ജോലി ക്വിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് തോന്നി കണ്ണൂർ ജയിലിൽ നടന്നത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കാലത്തായിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഇയാൾ സെല്ലിൽ ഉണ്ടായില്ല എന്നറിഞ്ഞ ശേഷം കൺഫേം ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. മാത്രമല്ല ഈ വെളിച്ചത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഈ ഫെൻസിങ് അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന 2 വർഷം മുമ്പേ ഫെൻസിങ്ങിൻ്റെ പണി കഴിഞ്ഞു, പക്ഷെ വൈദ്യുതി ഇല്ല. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ജയിൽ വകുപ്പിനൊരു ഇത്രയും തടവുപുള്ളികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം നമുക്കിപ്പോൾ കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ വീഴ്ചയും അത്രത്തോളം വലുതല്ലേ? സംശയമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ജയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വലിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ സൗകര്യത്തിലൊന്നും അല്ല. ഇപ്പം നമ്മൾ ഒരു CCTV ക്യാമറകൾ കഴിഞ്ഞ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ആദ്യം 5 ജില്ലകളിൽ അത് ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചു. അത് കുറേയൊക്കെ CCTV ക്യാമറകൾ ഔട്ട്ഡേറ്റഡ് ആയി പോയി കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ ജയിലുകളിലും CCTV ക്യാമറകൾ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് നടപ്പാക്കി. പക്ഷേ ഇപ്പോൾ ക്യാമറ ടെക്നോളജി പെട്ടെന്ന് മാറുകയാണ്. നിങ്ങൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, ഒരു ക്യാമറയുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 മാസമൊക്കെയാണ്. അത് കഴിയുമ്പോൾ പുതിയൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി വരും. അപ്പോൾ ആ അഡ്വാൻസ് ടെക്നോളജി വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം പലപ്പോഴും നമ്മുടെ റിസോഴ്സസിൻ്റെ കുറവ് മൂലം സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഫെൻസിങ് 2021 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇലക്ട്രിക് വയർ ഫെൻസിങ് പുറത്ത് മേജർ ജയിലുകളിൽ നിർവഹിച്ചത്. അപ്പോൾ അതിന് പക്ഷേ അതിൻ്റെ വാറണ്ടി കാലയളവ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പ്രശ്നം വന്നു, അതിൻ്റെ തകരാറുകൾ വന്നു. അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയും അത് ലാഗ് ചെയ്യുകയും ചെയ്തു. അതിന് വില കൊടുക്കേണ്ടി വന്നു ഇപ്പോൾ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഈ ഇലക്ട്രിക് വയർ ഫെൻസിങ്ങോ CCTV ക്യാമറയ്ക്കോ അപ്പുറത്തേക്ക് മാൻ പവർ അല്ലാതെ വേറെ ടെക്നോളജി ഒന്നും നമ്മളിപ്പോൾ ജയിലിൽ ഉപയോഗിക്കുന്നില്ല. അതിനേക്കാൾ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജികൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അതിനൊന്നും ഉള്ളൊരു സൗകര്യം നമുക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ആ രീതിയിലേക്കൊക്കെ
പണം വിനിയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതും ഈ നമ്മുടെ സാമ്പത്തികമായൊരു പ്രതിസന്ധി ജയിൽ വകുപ്പിനെ ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടോ? അത് ഈ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് പണം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും ജയിൽ വകുപ്പിന് മറ്റു തരത്തിലുള്ള ആധുനികവൽക്കരണം ജയിലിനുള്ളിലേക്ക് വളരെ സാവധാനമാണ് കടന്നു വരുന്നതെന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിനെ പിന്നെ വിയ്യൂർ ജയിലിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആക്കുകയാണ് നമ്മൾ അദ്ദേഹത്തെ. അതായത് കുറച്ചുകൂടി നല്ലൊരു കൺട്രോൾ ആയിരിക്കും, ഉദ്യോഗസ്ഥരുടെ തൊട്ടപ്പുറത്തെ മുറി. അപ്പോൾ എനിക്ക് തോന്നുന്നു വെളിച്ചം കാണാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാമല്ലേ? അത് കുറച്ചുകൂടെ താരതമ്യേന പുതിയൊരു ജയിലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോയിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി ജയിൽ. അത് പക്ഷേ അവിടെയും ജീവനക്കാരുടെ എണ്ണം കുറവുണ്ട്. അവിടെ ഒരു ജില്ലാ ജയിലിൻ്റെ സ്റ്റാറ്റസേ അവിടുത്തെ സ്ട്രെങ്തിനുള്ളൂ. അപ്പോൾ ഗോവിന്ദച്ചാമിയെ നമ്മൾ നിരീക്ഷിക്കും, ഗോവിന്ദച്ചാമിനെ എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ട് പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഓരോ പാഠങ്ങളിൽ നിന്നും നമ്മൾ ഓരോ അവസ്ഥകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ജയിൽ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. യാതൊരു സംശയവും അതിനകത്തില്ല. ഇപ്പം നമ്മുടെ ശിവജിയുടെ എസ്കേപ്പുകൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പിന്നെ നിയന്ത്രണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ശിവജി എസ്കേപ്പ് ചെയ്തു. അതിനുശേഷം പിന്നീട് ശിവജിയുടെ എസ്കേപ്പിനെ തുടർന്ന് 1 വർഷത്തിന് ശേഷമാണ് അവിടെ മുരുകൻ എന്ന മനോഹരൻ എന്ന് പറയുന്ന ഒരു തടവുകാരൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ഇതുപോലെ രാവിലെ 6 മണിക്ക് എസ്കേപ്പ് ചെയ്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 92-ൽ ജോയി എന്ന് പറയുന്ന തടവുകാരൻ്റെ എസ്കേപ്പ് ഉണ്ടായിട്ടുണ്ട്. ജയാനന്ദൻ്റെ എസ്കേപ്പ് പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്ന് തന്നെ ഉണ്ടായി. ജയാനന്ദൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ജയാനന്ദനും പ്രകാശൻ എന്ന് പറയുന്ന മറ്റൊരു തടവുകാരനും കൂടി ചേർന്ന് എസ്കേപ്പ് ചെയ്തു. CCTV ക്യാമറകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ള സമയത്ത് തന്നെയാണ്. അപ്പോൾ ഇത് എസ്കേപ്പ് എന്ന് പറയുന്നത് ഈ തടവുകാരും ജയിലിലെ ജീവനക്കാരും തമ്മിലുള്ള ഒരു വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ടുള്ള സംഘർഷത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്. എല്ലാ തടവുകാരും ആഗ്രഹിക്കുന്നത് ജയിലിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ്. അവരത് ഒന്നുകിൽ കബളിപ്പിച്ച് ജീവനക്കാരനെയും കബളിപ്പിച്ച് എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബാരിയേഴ്സിനെ എല്ലാം അതിജീവിച്ച് അവർ എസ്കേപ്പ് ചെയ്യാം. അവർ പോലീസിൻ്റെ എസ്കോർട്ടിലാണ് പോകുന്നതെങ്കിൽ പോലീസുകാരെ കബളിപ്പിച്ച അവരുടെ കയ്യിൽ നിന്ന് വഴുതി എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് തടവുകാരന്, തടവ് എന്ന് പറയുന്നത് തന്നെ അവൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള ഒരു സമ്മർദ്ദമാണ്. നമ്മൾ അധികാരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഇത് രണ്ടും തടവുകാരൻ സ്വീകരിക്കുന്ന 2 എക്സ്ട്രീമായിട്ടുള്ള 2 വഴികളാണ്. താൽക്കാലികമായിട്ട് അവർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, സ്ഥിരമായിട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സിസ്റ്റത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഓരോ തടവുകാരുടെയും അങ്ങനെ ചെയ്യാതിരിക്കണം എന്നാണ് ജയിൽ വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥനും ആഗ്രഹിക്കുന്നത്. ആരും ആത്മഹത്യ അതല്ലെങ്കിൽ തടവ് ചാട്ടം ഇത് രണ്ടും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജയിലിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിനകത്ത് ഇത് ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ വിചാരിക്കും. ജയാനന്ദൻ്റെ കാര്യത്തിൽ ഇനി ആവർത്തിക്കരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് അയാളെ നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ശിവജിയുടെ കാര്യത്തിൽ 94-ന് ശേഷം ശിവജി എസ്കേപ്പ് ചെയ്തിട്ടില്ലായിരുന്നു, അയാൾ റിലീസാവുന്നത് വരെയും. അപ്പോൾ പലപ്പോഴും ഇത് ഞങ്ങൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപയോഗമില്ല. ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഒരു രീതിയല്ല, മറിച്ച് നിയമവിധേയമായിട്ട് തടവ് ശിക്ഷ പൂർത്തീകരിച്ച് മാനസികമായിട്ടുള്ള വ്യത്യാസത്തോടു കൂടി സമൂഹത്തേക്ക് മടങ്ങിപ്പോകുന്നതാണ് കൂടുതൽ ആരോഗ്യകരവും കൂടുതൽ സുരക്ഷിതവും എന്നവരെ നിരന്തരമായിട്ട് ബോധ്യപ്പെടുത്താനേ സാധിക്കൂ. അങ്ങനെയുള്ള ശ്രമമാണ് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യുക. ഞാൻ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗം അല്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. നമ്മുടെ ജീവനക്കാർ അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായത് അതിൽ നിന്ന് പഠിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സാർ അഡ്വൈസറി ബോർഡിലും കൂടിയുള്ള ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനിയും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വരുത്തേണ്ടത് നമ്മുടെ വകുപ്പിൽ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുറച്ചുകൂടെ മാൻ പവർ നമ്മൾ കൂട്ടണം. കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യവും ഡ്യൂട്ടി അവേഴ്സ് വർദ്ധിക്കുന്നു എന്നുള്ളതും ജീവനക്കാരുടെ മനോവീര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട്
ജീവനക്കാരുടെ എണ്ണവും അവരുടെ വർക്കിംഗ് അവേഴ്സും തമ്മിൽ ബന്ധപ്പെടുത്തി ഒരു പരിഷ്കരണം ആലോചിക്കണം. പിന്നെ ടെക്നോളജി കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. തടവുകാരെ അവരുടെ ഈ ഇത്തരത്തിലുള്ള എസ്കേപ്പ് കൊണ്ട് കാര്യമില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ജയിലിലെ സൗകര്യങ്ങൾ, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജയിലിലെ സൗകര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളുടെ ഒരു ഒരു പ്രത്യേക സ്റ്റാൻഡേർഡിലൊന്നും അല്ല, കുറച്ചുകൂടെ താഴ്ന്ന നിലവാരത്തിലാണ്. 85 വയസ്സുള്ള വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യന് ഇപ്പോഴും ഒരു പുൽപ്പായയിൽ ഒരു ജമക്കോളത്തിൽ തറയിൽ കിടക്കണം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തുന്നതാണ് നമ്മളുടെ ഒരു പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള തരത്തിലേക്ക് കൂടി ആലോചിക്കണം. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഇതിൽ വിചാരിക്കുന്നത്.